നിങ്ങൾ അതിനകത്ത് കേറിയല്ലോ. ഹലോ എന്തിനാ പ്രശ്നമുണ്ടോ? ഞങ്ങൾ ഇടണോ? നിങ്ങൾ ആരെങ്കിലും വിളിച്ചോ? എന്റെ ഒരു എംപ്ലോയി ആയിരുന്നു പുള്ളി. ട്രക്ക് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഇങ്ങോട്ട് വന്നപ്പോഴാണ് പുള്ളി, ഞാൻ ഇവിടെ എത്തിയപ്പം ലാസ്റ്റ് റേഡിയോ കോള് ആരൊക്കെയോ വന്നെന്നുള്ള റേഡിയോ കോളായിരുന്നു. അപ്പൊ പുള്ളി ഇവിടെ കിടക്കുന്നു. പിന്നെ ഞങ്ങൾക്കൊരു ട്രക്ക് അവരുടെ കയ്യിലാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അറിയത്തില്ല. ഈ വണ്ടിയാണ് അവര് ലാസ്റ്റ് ഞങ്ങൾക്ക് തന്ന റേഡിയോ കോൾ എന്ന് വെച്ചാൽ ഈ വണ്ടിയിൽ എന്തോ റേഡിയോ ഉണ്ട്, 188 റേഡിയോയിൽ കണക്ട് ചെയ്യണം, എന്നിട്ട് അവര് പറയുന്ന പോലെ ചെയ്യണമെന്ന്. ഞങ്ങളുടെ നിങ്ങൾക്ക് ട്രക്കും ഞങ്ങളുടെ പാവം പിടിച്ച ഞങ്ങളുടെ ഡ്രൈവറിനെ അവർ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അത് 188 എന്ന് പറയുന്ന റേഡിയോയിൽ കണക്ട് ചെയ്യണം. ബാക്കി ഇൻഫർമേഷൻ അവർ തരും. അവർ പറയുന്ന പോലെ ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ഡ്രൈവർ അവരുടെ കയ്യില, ഡ്രൈവറും ട്രക്ക് അവരുടെ കയ്യില, അവരുടെ ലൈഫ് പോകുന്നാണ് പറഞ്ഞേക്കുന്നത്. ഹലോ 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 കേക്കാവോ? ഹലോ കേക്കാവോ? ഹലോ 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 നമ്മള് ട്രക്ക് അന്വേഷിച്ച് വന്നായിരുന്നു. ആ ട്രക്ക് ആക്ച്വലി നിങ്ങളുടെ കയ്യിലുണ്ടോ? ഈസി ആയിട്ടൊന്നും കിട്ടത്തില്ല സാർ. അത് അല്ല ഈസി വേണ്ട, നമുക്ക് ആ ട്രക്ക് കിട്ടാൻ എന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ 611ലേക്ക് വിടും. എടാ ഒന്ന് ചില്ല, അവിടെ നിങ്ങൾ പറഞ്ഞ കേൾക്കണില്ലടാ. എന്തോ കേട്ടില്ല. 611 ആ പോസ്റ്ററിലേക്ക് നിങ്ങൾ എത്തണം. 611 അതെ അതെ. ഓക്കെ. എടാ 611 ലൊക്കേഷനിലോട്ട് എത്തണം. എല്ലാരും വന്നേ. എന്ത് വില കൊടുത്ത് അണ്ണനെ വിട്ടുകൊടുക്കല്ലേ? അണ്ണൻ അവർക്ക് വേണമെന്നാണ് പറയണേ. എടാ ചന്ദ്ര ചില്ലവടാ. ബാബു ഒന്ന് കേറോ? എന്താ പറഞ്ഞ കേട്ടില്ല. ഫ്രീ വണ്ടി എടുക്കേണ്ടതുണ്ട്. അവിടെ ഞാനൊരു ഫ്രീ വണ്ടി എടാ എനിക്കൊന്നും കേൾക്കണില്ല അളിയ, പ്രാന്താവണം അളിയ. ഹലോ കേറി വേണം ഇവിടെ എത്താൻ. ഓക്കെ ആ ഫ്രീ വണ്ടിയിൽ വേണം വരാൻ. ഞാൻ ഒറ്റയ്ക്കാണ് വരണ്ടേ? രണ്ടുപേര് വരെ വരാം. നിങ്ങളുടെ കൂടെ ഒരാൾക്കും കൂടി വേണമെങ്കിൽ വരാം. നിങ്ങൾക്ക് ധൈര്യം ഇല്ലെങ്കിൽ ഒരാളായിട്ട്. ഓക്കെ ഞാൻ വരാം. വീടിന്റെ ആധാരം ചന്ദ്ര ആളിയ വാടാ, ഒന്ന് ചെയ്ത് കൺസേമിന് തീർക്കാണ് ആളിയ. ചില്ല അവിടെ, എനിക്ക് പ്രാന്താവണടാ. എനിക്ക് എല്ലാ കോൾക്കെല്ലാം അവിടെ കേട്ടിട്ട് പ്രാന്ത് പിടിക്കുന്നില്ല. വാ നീ വാ. ഇല്ല നീ വാ. നീ ചന്ദ്രനെ കേട്ടിനകത്ത്, ചന്ദ്രനെ കേട്ട് ബാബു. നീ ആ വണ്ടി എടുത്തിട്ട് പുറകെ വാ. 2 റേഡിയോയും കൂടെ കിടന്ന് അലച്ച് എനിക്കൊന്നും കേൾക്കണില്ല അളിയ. അവര് പറയണൊന്നും ഇതാവൊന്നും ഇല്ല. എനിക്കെന്തോ പ്രാന്താവണം. നീയാണടാ ഏറ്റവും വലിയ ടെൻഷൻ പുണ്ടച്ചിപ്പൂ. എടാ എന്റെ കൂടെ കേറി വരണ്ട കേട്ടോ. എന്റെ കൂടെ കേറി വരണ്ട. ഞാൻ 2 പേര് ചെന്നാ മതി എന്നാ പറഞ്ഞത്. നിങ്ങൾ കുറച്ച് ബാക്കിൽ നിന്നോ കേട്ടോ. ഓക്കെ 615 അല്ലേ? എടാ ഞാൻ 2 റേഡിയോയിൽ കണക്റ്റഡ് ആണ്. എല്ലാവരും കൂടെ കിടന്ന് അലക്കല്ലേ, അതാണ് പറഞ്ഞേ. എടാ 611 ഒന്ന് മാർക്ക് ചെയ്യോടാ. ചന്ദ്ര നിങ്ങൾ എന്റെ അടുത്തോട്ട് വരണ്ട. കുറച്ച് ഞാൻ 611 ആണ് ലൊക്കേഷൻ. അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ബാക്കി റേഡിയോ കോള് പറഞ്ഞോളാം. ഹലോ എടാ നിങ്ങൾ അവിടെ പോയി നിക്കല്ലേടാ. അങ്ങോട്ട് പോയില്ല, അടുത്തെത്തി. ഹലോ മിസ്റ്റർ പെട്രോസ്. കേക്കാം പറഞ്ഞു. ഇനി പറയുന്നത് കേൾക്കാൻ. ഓക്കെ. എടാ നമ്മുടെ റേഡിയോ ഒന്നും മിണ്ടായിരിക്കാൻ പറയണടാ. ആളുകളെല്ലാം എന്റെ ആളുകളാണ്. പോറൽ പോലെ എടാ അളി എനിക്ക് തരുന്നതുമായ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ എന്തോ കേട്ടില്ല ഒന്നുകൂടെ പറയോ? അതായത് കാണാൻ പോകുന്ന പല ആളുകളും എന്റെ സ്വന്തം ആളുകളാണ്. അവരുടെ ശരീരത്തിൽ ഒരു പോറൽ പോലെ ഏൽക്കാൻ പാടില്ല. ഓക്കെ. അവര് തരുന്ന ഒബ്ജക്റ്റീവ്
കറക്റ്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ. എടാ നിന്റെ ഇതൊന്നും എടാ എനിക്ക് എന്താ ഈ പാത്ത് കാണിക്കാത്ത ആളിയാ? പാത്ത് കാണിക്കില്ല. നേരെ പോ സ്ട്രൈറ്റ്. ഞാൻ പറഞ്ഞോട് സ്ട്രൈറ്റ്. സിമ്പിൾ വഴിയാണ്. അലക്കില്ലെന്ന് പറഞ്ഞാൽ അതേ ചെയ്യുള്ളൂ. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ദേഷ്യം വരണം. പോവുക അവിടുന്ന് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതല്ല ബ്രോ, അവരൊരു ആർപി ചെയ്ത് വെച്ചേക്കാം. നമ്മളപ്പോ അത് ചെയ്തു കൊടുക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാ. അപ്പൊ വെറുതെ ഇവിടെ തമാശ കളിക്കരുത്. ലെഫ്റ്റ് നേരെ. ഇനി എങ്ങോട്ടാ? എനിക്ക് കാണിക്കുന്നില്ല, വഴി കാണിക്കുന്നില്ല. വേപ്പോ നേരെ. ഈ വലിയ വഴി നേരെ പോയാൽ 620 എത്തി. 670 614. ഇപ്പൊ മിനിമം കാണാൻ ഞങ്ങളാ വേ പോയിന്റിൽ എത്താറായേ. അതിന്റെ ബാക്കിൽ ഒരു പാർക്കിംഗ് ഏരിയ കൊന്നോട്ടെ ഇപ്പൊ തന്നെ. നിങ്ങൾക്ക് ഈ കാർ എടുത്തുകൊണ്ട് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം. കാർ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്ഷൻ തരുന്നതായിരിക്കും. ഓക്കെ. ലൊക്കേഷൻ മൂവ് ചെയ്തോളൂ, ലൊക്കേഷൻ തരുന്നതായിരിക്കും. എന്റെ അഹങ്കാരം കണ്ടല്ലേ. അല്ല ലെഫ്റ്റ് തന്നെ പോ ബാക്കിലോട്ട് തന്നെ പോ. എന്റെ അഭിപ്രായത്തിൽ ഇത് ലൊക്കേഷൻ പറയാനല്ലോ. ലൊക്കേഷൻ ഇല്ല, വണ്ടിക്കകത്ത് കേറിയിട്ട് പറയാന്നാ പറഞ്ഞത്. അണ്ണ ചോരി അമ്മരൊന്നും ചെയ്യൂല. പിന്നെ വല്ല ചോക്കനെ കറിയണമല്ല. ലൊക്കേഷൻ അപ്ഡേറ്റ് കിട്ടിയില്ലായിരുന്നു. ഹലോ 845 അടുത്തുണ്ടോ? 845 അതിവിടെ തൊട്ടടുത്ത്. 845 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഇൻസ്റ്റന്റ് മുമ്പി. 845 തൊട്ടപ്പുറത്ത്. 834 ആയി. നീ ഇപ്പൊ എന്തോ മാർക്ക് ചെയ്തേക്കുന്നത്? ആണേ എന്റെ മാർക്കിലോട്ടോ. വരത്തില്ല. ഇത് ഞാൻ ഓടിക്കണം പെട്ടെന്ന് ഓടിക്കാം. അല്ല ഇത് രണ്ട് മാർക്ക് കിടക്കുന്നു ബാക്കിൽ. അല്ലല്ലോ കേക്കാം പറഞ്ഞു. ലൊക്കേഷൻ ചേഞ്ച് ഉണ്ട്, കാരണം കുറച്ച് സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഓക്കെ. 854 മൂവ് ചെയ്യേണ്ടതാണ്. 854. അതെ ചന്ദ്ര 854. 854 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഫ്രണ്ടിൽ കാണിക്കുന്ന വേ പോയിന്റ് ആണോ? നേരെ വേ പോയിന്റ് അണ്ണ നേരെ പോയ ദേശം ഞാൻ പറഞ്ഞുതരാം. വഴി കറക്റ്റ് തന്നെ. പോട്ടെ. നമുക്ക് ഓഫ് റോഡ് എടുത്ത് പോയാലോ? ഇച്ചിരി അഹങ്കാരല്ലേ. ഓഫ് റോഡ് വണ്ടി മറിച്ച് ഗ്യാങ് പിള്ളേരോട് പറയും ഞാൻ. എടാ ഇത് നീ ഗ്യാങ്ങിലെ പിള്ളേരുടെ അടുത്തൊന്ന് പറയടാ റേഡിയോയില്. എടാ ലൊക്കേഷൻ 854 ആണ്. അവിടെ വരെ വരണ്ടാന്ന് പറ. നിങ്ങൾ അവിടെ വരണ്ട. ആ ഒരു ലൊക്കേഷൻ അടുത്താണ് നമ്മളിപ്പോ നിക്കുന്നത്. 854 റെഡി കേക്കോ? 854 854. നേരെ പോണോ കറങ്ങി കയറാൻ പറ്റത്തുള്ളൂ. 854 അടച്ചു കെട്ടി വെച്ചേക്കുക. ലെഫ്റ്റ് ഇതിന്റെ അകത്തോട്ട് കയറാൻ പറഞ്ഞല്ലോ വഴിയും കാണാം. ഇതിനകത്ത് കയറണമെങ്കിൽ ഇനി 50 കിലോമീറ്റർ നമ്മൾ റോഡിൽ കൂടെ പോയിരുന്ന മെയിൻ എൻട്രൻസിൽ കൂടെ വരായിരുന്നു. എന്ത് കാര്യമുണ്ട് ചന്ദ്ര കുമ്പിക്കാനായിട്ട് കൂടെ കയറിയിരിക്കുന്നു. ഇതെന്തൊരു എയർപോർട്ടാ? ഇത് എയർപോർട്ട്. പ്ലെയിനിലാണ് കൊണ്ടുവരണ ഈ കുണ്ണാള്. ഇതിനകത്ത് കയറാൻ പറ്റൂല. ഇതിനകത്ത് കയറാൻ പറ്റരുത്.
എൻട്രൻസ് എൻട്രൻസ് ഉണ്ടോ? ഇതെങ്ങനെ എൻട്രൻസ്? ഇത് ഫ്ലൈറ്റ് പൊങ്ങുന്ന സ്ഥലമല്ലേ? ആ അതിന്റെ അപ്പുറത്തൂടി പോയാൽ ഉണ്ടാവോ? നേരെ പോയ വേ പോയിന്റ് നോക്കി. എന്റെ കോണം മാറണേ ചന്ദ്ര. അതിനൊക്കെ എന്റെ ടാക്ടിക്സ് ഉണ്ട്. എന്ത്? ഇവിടെ ചാടി ഓടുക. അവരെന്തായാലും അല്ല, ഈ വണ്ടിയാണ് അവർക്ക് വേണ്ടുന്നത്. ആ അതെ ഇതേ വഴി നേരെ പോ നേരെ. ആ അതെ കേറി. എവിടെ കേറി? നമ്മളിപ്പോ അതിന്റെ അകത്ത. ഇതിനകത്തോ? ആ അതേ നേരെ പോയ വണ്ടി. ഗേറ്റ് ഉണ്ട്. ഗേറ്റ് ലെഫ്റ്റ് ഗേറ്റ്. ഇടിച്ചങ്ങ് കേറണ അല്ലേ? നമ്മളെന്തോരം ടിവിയുടെ വണ്ടി പോണത്. എടാ കേറില്ല. 854 അകത്തോട്ട് കേറില്ല. വെയിറ്റ് ചെയ്യേ. ഹലോ, ഈ വണ്ടി ഇവിടെ കൊണ്ട് തരാൻ പറഞ്ഞായിരുന്നു. വരുവാ. ഈ വണ്ടി എടുത്തോണ്ട് പോകും, ബാക്കിയെല്ലാം റേഡിയോയിൽ പറയും. ഓക്കെ. ഇവര് സ്ക്രാപ്പിന്റെ പണി തുടങ്ങിയാട്ടാ. ഒരു സ്ക്രാപ്പിന് പണി തുടങ്ങി ഇവര്. എനിക്കെന്റെ കോണം വരുന്നുണ്ട്. എനിക്ക് ചോര് റെഡി ചോര്. അടുത്ത വണ്ടി കിട്ടിയായിരുന്നു. ലാസ്റ്റ് പറഞ്ഞല്ലേ കുനിഞ്ഞിരിക്കേ. മിസ്റ്റർ പരുന്ത്, യെസ്. തേർഡ് വെഹിക്കിൾ കയ്യിൽ കിട്ടിയോ? കിട്ടി. വണ്ടി കിട്ടി. ഞാൻ അടുത്ത ആലപ്പുഴ സാധനം കളക്ട് ചെയ്ത് 2 വെഹിക്കിൾ ഡെലിവറി ചെയ്തല്ലോ. എന്തോ കേട്ടില്ല. നിങ്ങൾ ഡെലിവറി ചെയ്ത 2 വെഹിക്കിൾസ് ഉണ്ടല്ലോ, ഇത് രണ്ടും ഹൈലി പൊട്ടൻഷ്യൽ ആയിട്ടുള്ള എക്സ്പ്ലോസീവ്സ് ഉള്ള വെഹിക്കിൾസ് ആയിരുന്നു. ഈ സിറ്റിയിലേക്ക് അത് കടത്താൻ നിങ്ങളും ഞങ്ങളെ സഹായിച്ചു. ഇപ്പോ ഓക്കെ, നിങ്ങളും ഇതിലൊരു കണ്ണിയാണ് ഇപ്പോ. പറയാം വെയിറ്റ്. അതുകൊണ്ട് ലാസ്റ്റ് വെഹിക്കിൾ നിങ്ങൾ ഡെലിവർ ചെയ്ത് അവിടെയുള്ള ഡ്രൈവറെ, അത് അവനെന്താ ചെയ്തു, അവൻ മിസ്റ്റർ എന്തോ ആണ്. അവരെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് മിസ്റ്റർ ആയിട്ട് നിങ്ങളുടെ ഡീൽ എന്താണോ അത് പറഞ്ഞാൽ മതി. ആ ട്രക്ക് അവിടെ നിന്ന് നിങ്ങൾ എടുക്കുന്ന നിങ്ങൾക്കുള്ള പാരിതോഷികമാണ്, ഞങ്ങൾ തരുന്ന പാരിതോഷികം. ഓക്കെ. അപ്പൊ ഞാൻ ഈ ലാസ്റ്റ് വണ്ടി ഇവിടെ എന്താ ചെയ്യണ്ടേ? ലാസ്റ്റ് വെഹിക്കിൾ 659 കൊണ്ടുപോയി ഡെലിവർ ചെയ്യാം. അവിടെ ഒരു പഞ്ചപാവൻ ഡ്രൈവർ ഇരിപ്പുണ്ട്, അവനെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അവന്റെ കുടുംബത്തിനെ വെച്ചാൽ ഞങ്ങൾ ഈ പണി കളിക്കും. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ അവരോട് ചെയ്യാം. 659 ചന്ദ്ര. ഓക്കെ. 659 അതെവിടാ അറിയോ? എവിടെ അറിയണേ? ഇല്ല, എനിക്ക് അറിഞ്ഞൂടാ. നോക്കട്ടെ. That postal doesn't exist. 654 മാർക്ക് ചെയ്യാറുണ്ട്. ഞാൻ കാര്യം പറയട്ടെ, അവിടെ ചെല്ലുമ്പോ എല്ലാം മനസ്സിലാവും നിനക്ക്. 659 അല്ലേ? 6 അതാ 7 659. ആ 659 ആണെങ്കിൽ എന്താ താഴട്ടല്ലേ? താഴട്ടെ അല്ല അതല്ല. ഓ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം, നോക്കട്ടെ. 65666 ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. 659 മാർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രശ്നം വേപ്പോയിലേക്ക് പോയി. എടാ 659 659 അല്ലേ? 69 659 അല്ലേ? 659. ആ 659 എടാ 659. ഹലോ റേഡിയോ. 659 നിങ്ങളോട് ചുമ്മാ എന്തിനാ നിങ്ങൾ ഇങ്ങനെ പറയണേ? കറക്റ്റ് ആയിട്ടേക്കാണ് 659. ചുമ്മാ പറയോ? ചുമ്മാ കേട്ടതും ഇല്ല അറിയത്തും ഇല്ല. ചുമ്മാ 659 ഇതാണ് കറക്റ്റ്. ചന്ദ്ര ഗണ്ണൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചോ. ഞാൻ കണ്ണെടുത്ത് തീർക്കട്ടാ. പറയാം.
എടാ ഞാൻ എന്നൊക്കെ കൺസൈൻമെന്റ് അടിക്കാൻ വന്നാൽ ഇതാ അവസ്ഥ. ഒരു വട്ടം എന്നെ ബോട്ടിനകത്തിട്ട് ഒരു ബോട്ട് പണിയത് ഓർമ്മയുണ്ടോ? ഉണ്ടോ? നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടോ? തറ നോക്കി അടിച്ചേ ചാറ്റി നോക്കല്ലേ. തറ നോക്കി ഓടിക്കല്ലേ. എടാ എനിക്ക് അറിഞ്ഞൂടാ, നമുക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാം അവിടെ തന്നെ. ഞങ്ങളുടെ ഓടണ്ട എന്നാ ഞങ്ങളെ നോക്കിട്ടാ. അന്ന് എവിടെയാണ് ഓടണേ? ഞാൻ നിന്നെ തറ നോക്കി ഓടിച്ചതാ, നിന്നെ നോക്കി. അതെങ്ങനെ ഉണ്ടായിരുന്നു? കോമഡി എങ്ങനെ ഉണ്ടായിരുന്നു? താങ്ക് യു. അളിയ ഇത് ഏതാണ് ഈ സ്ഥലം? ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നിനക്ക് കഴിഞ്ഞ കൺസൈൻമെന്റ് ഓർമ്മയുണ്ടോടാ? ഓ, ഒരു ബോട്ടിനകത്ത് കൺസൈൻമെന്റ് അടിക്കാൻ പോയ ഓർമ്മയുണ്ടോ? ബോട്ടിന്റെ അകത്താ? ഒരു ഷിപ്പിനകത്ത്. അന്ന് അവിടെ അടിക്കാതെ നിന്ന ഒരാള് നിന്നോടൊരു വാക്ക് പറഞ്ഞത് ഓർമ്മയുണ്ടോ നിനക്ക്? ഓർമ്മയില്ല. അത് ഓർത്തിരുന്ന നന്നായി. ഇത് കൂടുതലല്ലേടാ ഇത്. ഞാൻ എവിടെ എത്തിയത്? ഇത് കളഞ്ഞൊരു രക്ഷ എത്തി. അപ്പുറത്ത് കൂടല് എന്തൊക്കെയാണോ ദൈവം. നമുക്ക് ലോറി കിട്ടിയേ. ഹലോ, ഞങ്ങള് ഈ ട്രക്ക് കൊണ്ടുപോകാൻ വന്ന. ട്രക്ക് തന്നേ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. TVA 262. അതിപ്പല്ല. 262 പേരും വരും ഇവിടെ ടിവിയില്. മനസ്സിലായോ? ടിവിയില് 262 പേരും വരും ഇവിടെ ഇപ്പൊ വണ്ടി തന്നില്ലെങ്കിൽ. അതാണ് ഞാൻ 262 പേർക്ക് വരാൻ പറഞ്ഞത്. 262 മനസ്സിലായ? നിങ്ങളുടെ ഫാമിലിക്ക് എന്ത് പറ്റി? അറിയില്ല സാർ, അവര് കിഡ്നാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരെ കയ്യിലല്ലേ. അപ്പൊ ആരെ കയ്യില്? അവരുടെ പേര് എനിക്കല്ല സാറേ. അവര് പെട്ടെന്ന് എന്നെ ഗണ്ണേന്ന് ചെയ്ത് എന്റെ ഫാമിലിയെ കിഡ്നാപ്പ് ചെയ്ത്. ഫാമിലി ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോ ഈ ട്രക്കാണോ ഇമ്പോർട്ടന്റ്? നേരെ നിങ്ങൾ ഇതാ ഈ വണ്ടി എടുത്ത് ഫാമിലി പിക്ക് ചെയ്യാൻ പൊക്കോ. അതെ ഈ വണ്ടി എടുത്തോ. എടാ നമുക്ക് ഈ ട്രക്ക് എടുത്താൽ പറ്റും. നിന്റെ ഭാര്യ മക്കളെ നമ്മൾ നോക്കിക്കോളാം. നിങ്ങളെ ഞാൻ വിശ്വസിച്ചോട്ടെ? ഉറപ്പായിട്ടും ഈ ട്രക്ക് ഞങ്ങൾ സേഫ് ആയിട്ട് പാലാട്ടോ ഗറാജിൽ എത്തിച്ചേക്കാം. ഈ ട്രക്ക് എത്തിച്ചാൽ നിങ്ങളെ ഭാര്യ മക്കളെ തിരിച്ചു കിട്ടുമോ? അറിയില്ല സാറേ, അവരെന്താ പറഞ്ഞൊന്നും അറിയില്ല സാറേ. ഇതിനകത്താണോ കണ്ണുള്ളത്? നല്ല ഇതിനകത്ത് കണ്ണുണ്ടോ? ട്രക്ക് ഞങ്ങൾ എടുത്തിട്ടുണ്ടേ. ഹലോ ഞാൻ തന്നെ എൻക്വയറി ചെയ്തോളൂ സാറേ. നിങ്ങൾ ജീവനോട് വിട്ടാൽ മതി സാറേ. ഇല്ല പൊക്കോ. ചന്ദ്ര വണ്ടി എടുത്തോട്ടെ? എടുത്തോ. താങ്ക് യു സാർ. സാറേ എനിക്ക് സഹായിക്കില്ല സാറേ. ഉറപ്പായിട്ട് സഹായിക്കാം. എന്റെ നമ്പർ 3333. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി. ഓക്കെ സാറേ. ഹലോ കേക്കാമോ? കേക്കാം. ഇതുവരെ ഞങ്ങൾക്ക് ചെയ്തു തന്ന എല്ലാ സേവനങ്ങൾക്കും നന്ദിയുണ്ട് കേട്ടോ. ഓക്കെ. ഒരു കാര്യം ചെയ്യോ? ഒരു മിനിറ്റ്. എടാ ഇനി വന്നേ. മിസ്റ്റർ എക്സ് അല്ലേ നമുക്ക് കൺസൈൻമെന്റ് തന്നേ? അപ്പൊ മിസ്റ്റർ എക്സിൽ ഒരാളല്ലേ ഈ നിക്കുന്നേ? അല്ലേ? അപ്പൊ സേവ് ചെയ്യട്ടെ. നിന്റെ അച്ഛനെ അല്ല ഇവന്റെ അടുത്ത് ജസ്റ്റ് ചോദിച്ചു നോക്കാം. മിസ്റ്റർസിലാണോ? അയ്യോ അത് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നല്ലോ. വാ എടാ എടുക്കടാ. തോളത്തെടുക്ക്. അയ്യോ നമ്മളെ ഓർത്ത് എന്താ അറിയോ, ഈ ട്രക്ക് മോട്ടിച്ചോണ്ട് വരാൻ പോകുന്നതാണല്ലോ. തോളത്തെടുക്ക്. വാ മണ്ടൻ.
എടാ ഇനി നമ്മുടെ മിസ്റ്റർ എക്സ് ആദ്യം നിന്ന സ്ഥലമില്ലേ അവിടെ പോണം. നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ നിനക്ക്? ആ അത് അവിടെ പറയണ അണ്ണാ അത് 915. നിക്ക് ഞാൻ റേഡിയോ ഒന്ന് ഇറങ്ങിക്കോട്ടെ. എടാ അടുത്ത 915 നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് സന്തോഷമായില്ലേ എല്ലാവർക്കും സന്തോഷമായില്ലേ? ബാബുന് സന്തോഷമായില്ലേ? ഇല്ല വെയിറ്റ് സാറേ ഈ വെണ്ടയ്ക്കൊക്കെ വേണ്ടിട്ടാണ് സാറേ അവരെന്നെ കിഡ്നാപ്പ് ചെയ്ത് കുടുംബത്തെ. വെണ്ടയ്ക്കാ? വണ്ടിക്കകത്ത് വെണ്ടയ്ക്കാണ്? തമിഴ്നാട് വെണ്ടയ്ക്ക. ഇല്ല അവൻ ചോദിച്ചു എന്ത് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു. ആ അങ്ങനെ. ഞാനതാ ഓർത്ത തക്കാളിയല്ലേ നമ്മൾ ഓർഡർ ചെയ്തേ. വരും ഉറപ്പായിട്ട്. പക്ഷെ നമ്മളൊരു മണ്ടത്തരം കാണിച്ചു കേട്ടാ. നമ്മള് ചന്ദ്ര നമ്മൾ ആദ്യം വന്ന ഇതൊന്ന് മാർക്ക് ചെയ്യോടാ. എടാ ചെലപ്പോ ഈ ഗൺസ് എല്ലാം നമ്മൾ ആദ്യം തന്ന 2 കാറിന്റെ ഇൻവെന്ററിയിലായിരുന്നെങ്കിലോ? സാറേ ഇതിന്റെ പിന്നിലുള്ള ആൾക്കാര് എല്ലാരും മാക്സിമം മുതലെടുക്കാൻ നോക്കും സാറേ. എന്തോ കേട്ടില്ല. ഇതിന് പിന്നിലുള്ള ആൾക്കാരെ എല്ലാരും മാക്സിമം മുതലെടുക്കാൻ നോക്കും സാറേ. അവര് എന്തൊക്കെ സിറ്റിയിൽ മൊത്തം ബോംബ് വെക്കാനുള്ള പ്ലാൻ. സിറ്റിയില് നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സിറ്റിയില് ആരും ബോംബ് വെക്കൂല. അവര് സംസാരിക്കുന്നത് കേട്ടായിരുന്നു സാറേ. എടാ ചന്ദ്ര അത് എങ്ങോട്ടാ പോണ്ടേ? ഗണ്ണ് ലാസ്റ്റ് തരുമെന്നോ? അങ്ങനെ ഉണ്ടല്ലേ? ഓ അങ്ങനെയാണല്ലേ? ഇത് ഏത് ഗെയിം ഇത്? അല്ലല്ല ഞാൻ ജസ്റ്റ് 694 അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുക. എടാ 694 അല്ലടാ ലാസ്റ്റ് ലൊക്കേഷൻ. ലാസ്റ്റ് ലൊക്കേഷൻ നമ്മളോട് പറഞ്ഞ 694 അല്ലേ? അല്ലല്ല നമുക്ക് ആദ്യം അവിടോട്ടൊന്ന് പോയി നോക്കാം. നേരല്ലേ? ഞാൻ ചോദിച്ചോട്ടെ മിസ്റ്റർ എക്സ്, നിങ്ങളുടെ ഫാമിലിയിലുള്ള ആൾക്കാരൊക്കെ ഓക്കെ ആണോ? ഹലോ ഹലോ നമ്മളെ ഈ മാപ്പ് മൊത്തം പഠിപ്പിക്കാൻ വേണ്ടിട്ട് എന്താ സംഭവം എനിക്ക് പിടിയേ കിട്ടുന്നില്ല. കിട്ടിയിട്ടില്ല. എടാ അപ്പൊ 694 പോ. 694 വാ. സാറേ ഞാൻ എന്റെ ടീമിന് റെഡി കൊടുത്തോട്ടെ. സേഫ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. എന്റെ ടീം ഞാൻ സേഫ് ആണ്. അവരെന്നെ രക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. എങ്ങോട്ടാ 694? നമ്മള് നിങ്ങളൊക്കെ ഇങ്ങനെ ചാറ്റിൽ ഇങ്ങനെ ഇരുന്നു. നമ്മൾ ഒരാളുടെ ജീവൻ രക്ഷിച്ച് പൊക്കോണ്ടിരിക്കുക. മനസ്സിലായ? അത്രയും വലിയൊരു പുണ്യപ്രവർത്തിയാണ് നമ്മൾ ചെയ്തേക്കുന്നേ. അതിനെ അപ്രീഷിയേറ്റ് ചെയ്യല്ലാതെ. എങ്ങോട്ടാടാ ചന്ദ്ര? മേലോട്ട് താഴട്ടോ? പമ്പോ? നമുക്ക് ടിവിക്ക് പമ്പുണ്ടോ?
അത് ശരിയാ. ഇതേ നമ്മുടെ ഫ്രണ്ട് പമ്പ് ഉണ്ട്, തൊട്ട് ഫ്രണ്ട് പമ്പ്, ഇതേ ഇവിടെ 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 മാർക്ക് ഓൺ മാർക്ക്. താങ്ക് യു. ഒരേ സമയം ഡ്രഗ് കടത്ത്, മനുഷ്യക്കടത്ത്, ലെഫ്റ്റ് ആയിരുന്നല്ലേ? നമ്മൾ പോയി അറിയാവോ? ഡേ കൺസൈൻമെന്റ് ഒന്നും ഇല്ല, ഇനി പീഡിയോ ഒന്നും വരില്ല, പിന്നെ ഓഫ് റോഡ് കയറിയാൽ എന്ത്? നിങ്ങളിപ്പോ കറക്റ്റുമായിട്ട് 2030 പോകേണ്ടി തോന്നുന്നു. 2030 അല്ലോ? അതെ. എടാ 2030 ചെല്ലണമെന്ന്. ഇവനെയും തല്ലി കൊന്നിട്ട് ഗണ്ണും വേണ്ടാന്ന് വെച്ച് പോണം. മാർക്ക് മാർക്ക് അങ്ങനെ ഒരു സാധനം നമ്പർ ഇല്ല ഇതിന്റെ അകത്ത്. പണ്ട് കൊടുത്തോണ്ട് അവിടെ കൊണ്ട് കൊടുത്ത കഴിഞ്ഞ യൂറോ ട്രക്ക് സിമുലേറ്റർ ഒന്ന് സത്യം. എന്തൊരു ഗതികേട്ടാണോ നമുക്ക്. ഇവര് നമ്മളെ അങ്ങ് ഊമ്പിക്കല്ലേ. നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്, പൊങ്ങുന്നുണ്ടോ? എന്തോ ഒരു ഹാൻഡിലിംഗ് മാറ്റം. എടാ 2030 അല്ലേ പറഞ്ഞേ? അതെ സാർ, അതെ. ആണാണ് ഇത്, അത് തന്നെ. ഇതുവഴിയൊക്കെ കേറുമോ ഈ വണ്ടി? നോ ഓഫ് റോഡ് ഗൈസ്. അത് പീഡി വരുമ്പോഴാ ഗൈസ് പീഡി ആയിട്ട്. ഇപ്പൊ പീഡി ഒന്നും ഇല്ല. ഞങ്ങള് 2030 നേരെ പോലെ കത്തും. പീഡിയൊന്നും ഇല്ല. പിന്നെ ഇന്നത്തെ ആര് നോക്കാൻ ഓഫ് റോഡ് കയറിയോന്ന്? പീഡിക്കാരെ ഓഫ് റോഡ് കയറില്ലെന്നാണ് പറഞ്ഞത്. അതെന്താ? അതൊക്കെ ലോസ് ബെക്കുകാർക്ക്, നമ്മക്കല്ല. വഴി കാണിക്കൂലേ? ഇന്ന് ട്രക്ക് സിമുലേറ്റർ ആണോ RP ഇല്ലേന്ന്? അരമണിക്കൂറായി ഞാനിത് ഓടിക്കണം. കണ്ട ടാക്സിയും കോമൺ വണ്ടിയും അതും ഇതും എല്ലാം ഞാൻ ഓടിച്ചുകൊണ്ട് നടക്കണം. അരമണിക്കൂർ, 1.5 മണിക്കൂറായി. ഇതാണെ മൂവി ഒന്നുമില്ല. സേവ് സിറ്റി. ഞാൻ ബാറ്റ്മാൻ ദാ വരുന്നു. ചന്ദ്ര കയ്യിൽ ഫ്യൂൽ ഉണ്ടോടാ? പേടിക്കണ്ട. ബാബുവിന്റെ ഒരു യോഗ ഇത് നോക്കണേ. എന്ത് കിടിലം കൺസൈൻമെന്റ് അല്ലേ ബാബു. നമ്മള് വന്ന ദിവസം തന്നെ റിവേഴ്സ് ഗിയറിലല്ലേ ഒരു വണ്ടി വരുന്നത്. 2050 ആടാ. 30. അതെന്താ? വെൽക്കം ബാബു ഇട്ടല്ല. ഇതാ അങ്ങോട്ട് പോകുന്നു, അങ്ങോട്ട് വരുന്നു. ഞങ്ങളൊരു 5 വണ്ടി മാറി മാറി ഓടിച്ച്. പ്രയാണാണോ കൺസൈൻമെന്റ്? നിങ്ങളുടെ ഒരു ഫാമിലി മെമ്പറിനെ നമ്മൾ സേഫ് ആയിട്ട് ഇവിടെ എത്തിച്ചിട്ടുണ്ടേ.
ആള് കുറച്ച് രണ്ടുപേര് വന്നോളൂ, ഗ്യാങ് ലീഡർ കോ ലീഡർ വന്നോളൂ. നമുക്ക് ത്രെട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാരും അങ്ങനെ ഉള്ളിലേക്ക്. എടാ വർഗീനെ വരല്ലടാ, ഗ്യാങ് ലീഡറും കോ ലീഡറും മാത്രം വാ. പണ്ടേ ഞാൻ പറഞ്ഞുള്ളൂ എന്നെ കോഴിയിടാക്കാൻ. താങ്കളുടെ ഭാര്യ മക്കളുടെ സേഫ് ആണോ? അവർ ടാക്സി അവർ സേഫ് അല്ലേ? സേഫ് അല്ലേ? സേഫാണ്. ഓക്കെ ഓക്കെ. താങ്ക്സ്. വണ്ടി ബാക്കി എല്ലാവരും ക്ലിയർ ചെയ്യുന്നുണ്ട്. ഓക്കെ സാർ, സാർ ഇവിടെ വണ്ടി എടുത്ത് പോ. വണ്ടി ക്ലിയർ ചെയ്യാൻ പറഞ്ഞടാ. എന്നാ മാഡത്തിനോടാണോ സംസാരിക്കണ്ടേ? ആ ഹലോ മാഡം. ഹലോ സാർ, ആരോടാ സംസാരിക്കണ്ടേ? വന്നു ഇവരോട് വന്നു, നേരത്തോട് ഹായ് മാഡം. നിങ്ങളുടെ ഒരു ഫാമിലി മെമ്പർ ആക്ച്വലി ഭയങ്കര പാനിക്കായി അവിടെ നിൽക്കുമായിരുന്നു. ഞങ്ങൾ കറക്റ്റ് സമയത്ത് ഇടപെട്ടത് കൊണ്ട് ആളുടെ ജീവൻ ഞങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റി. താങ്ക് യു മിസ്റ്റർ വാസു. നമ്മള് PD സൈഡ് നോക്കിയപ്പോ അവരെന്തോ ട്രെയിനിങ്ങിനായിട്ട് US എന്തോ പൊക്കമായിരുന്നു, മിലിറ്ററി ട്രെയിനിങ്ങിന് എന്താ. അപ്പം നമ്മള് ട്രക്ക് നിങ്ങൾക്ക് തന്നു വിട്ടിട്ട് നമുക്കൊരു സ്ഥലത്ത് ഈ ട്രക്ക് എത്തിക്കാനായിരുന്നു. കാരണം നമുക്ക് ഡയറക്റ്റ് ഇത് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ ആ ലൊക്കേഷനിൽ എത്തിച്ചപ്പോഴാണ് നമ്മുടെ ഇവരെ ആരോ ഇത് തേർഡ് പാർട്ടി ഇത് അറിഞ്ഞിട്ട് നമ്മുടെ ആളെ അടിച്ചിട്ടിട്ട് ഒരു ട്രക്കും കൊണ്ട് പോയത്. നിങ്ങൾ നമുക്ക് എല്ലാ വട്ടവും സപ്ലിമെന്റ്സ് ഒക്കെ തരുന്ന മിസ്റ്റർ, നിങ്ങൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ ഞങ്ങളല്ലാതെ പിന്നെ ആരാ നിൽക്കുക? അത് നിങ്ങൾ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളെ തന്നെ വിളിച്ചത്. താങ്ക് യു സർ. ആള് കുറച്ച് പാനിക്കാണെന്ന് തോന്നുന്നു കേട്ടോ. ആള് കുറച്ച് ഫാമിലി കൺസേൺഡ് ആണ്. ഭാര്യയും മക്കളൊക്കെ സേഫ് ആണോന്ന് പുള്ളിക്ക് അറിയണമെന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ. TVA 262. സോ അതേപോലെ തന്നെ കുറച്ച് ദിവസം മുന്നേ നിങ്ങൾ എന്തോ സിവിലിനെ ഗണ്ണ ഓടിച്ചായിരുന്നല്ലേ? എന്താണ്? അതെ സിവിലിന്റെ കണ്ട് ഞാൻ എത്ര പിടിച്ചത്? 2 കണ്ണം തോന്നുന്നു. അപ്പോ നിങ്ങക്ക് ടോട്ടൽ വരുന്ന 75 ഗൺസ് ആയിരിക്കും. ഓക്കെ, സോ 5 ഗണ്ണ് അത് ചെയ്തതിന് ഗിഫ്റ്റ് ആണ്. താങ്ക് യു. നിങ്ങൾ അന്ന് ഗണ്ണ് പിടിച്ചില്ലേ? എല്ലാരും അടിച്ചു പോയോ? ഹലോ, ഒരു കണ്ണ് എനിക്ക് ചോദിക്കല്ലേ, ഇത്ര വണ്ടി ഓടിച്ചതല്ലേ? ഹലോ ഹലോ കത്തിപ്പോയോ? ഹലോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആണ്. ഒരു മിനിറ്റ് ഇപ്പോൾ വരും. ഓക്കെ ഓക്കെ. വെൽ ഡൺ വാസു, താങ്ക് യു സോ മച്ച്. ഇപ്പൊ ഹെൽത്തി ഫുഡാണോ കഴിക്കണത്? തണ്ണിമത്തൻ കഴിക്കുന്നത് ചോദിച്ചതാ. തണ്ണിമത്തൻ ഞാനിപ്പോ അങ്ങനെ ഫ്രൂട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാത്രമേ കഴിക്കാറുള്ളൂ. ഞാൻ ഫുൾ ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ്. നിങ്ങൾക്ക് ഇത്രയും ട്രസ്റ്റ് ചെയ്തൊരു സാധനം ചെയ്ത് തന്നതുകൊണ്ട് ഞങ്ങളൊരു ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ പറഞ്ഞു. 12 മണിക്ക് PD കുറച്ച് ഇല്ലീഗൽ സബ്സ്റ്റൻസ് മൂവ് ചെയ്യുന്നുണ്ട്. 12 മണിക്ക് PD കുറച്ച് ഇല്ലീഗൽ സബ്സ്റ്റൻസ് 12 മണിക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അവർ കുറെ എവിഡൻസും കാര്യങ്ങളിലൊക്കെ കളക്ട് ചെയ്ത ഐറ്റംസാ. അവരൊരു സെക്കൻഡറി ലൊക്കേഷനിലോട്ട് മൂവ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പോയി എടുക്കാം. ഈ ഇൻഫർമേഷൻ മിസ്റ്റർ നിങ്ങൾക്ക് ഞങ്ങളുടെ ആളുടെ ലൈഫ് രക്ഷിച്ചതിന് ഒരു റിവാർഡായിട്ട് പറഞ്ഞിരുന്നു. 12 മണി. ലൊക്കേഷൻ പറയോ? ലൊക്കേഷൻ അല്ല, ഞങ്ങൾ സാറ്റലൈറ്റിൽ മെസ്സേജ് വിട്ടിട്ട് ചെക്ക് ചെയ്യാം. കാരണം നമുക്കും പ്രൈമറി അറിയാം, നമുക്കൊരു ഇൻഫർമെന്റ് പാസ് ചെയ്തൊരു ഇൻഫർമേഷൻ ആണ് ഇങ്ങനൊരു ട്രക്ക് മൂവ് ചെയ്യുന്നുണ്ടത്. PD ഇങ്ങനത്തെ സാധനമൊക്കെ റോക്സ്വുഡിലെ നമ്മുടെ ഷിപ്പ് യാർഡിൽ കൂടാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ മിക്കവാറും അവിടെ ആയിരിക്കും അവർ വരാൻ സാധ്യത. എവിടെ? റോക്സ്വുഡിലായിരിക്കും. റോക്സ്വുഡിലെ ഷിപ്പ് യാർഡിലായിരിക്കും അവര്. സിറ്റി സൈഡിലെ ഷിപ്പ് യാർഡ് എല്ലാം അവർക്ക് അറിയാം ആരെങ്കിലും വരുമെന്ന്. റോക്സ്വുഡ് ആകുമ്പോൾ അധികം ആരും വരത്തില്ല എന്നുള്ള വിശ്വാസത്തിൽ അവര് അവിടെ ആയിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ഓപ്ഷൻ ആണ്. കാരണം ഓൾറെഡി വേണമെങ്കിൽ ഞങ്ങൾ പോയി കഴിഞ്ഞു. ഞങ്ങൾ നേരെ പോകണം. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്നാ പിന്നെ അവിടെ പോയിട്ട് ആ ട്രക്ക് കൂടെ ക്യാപ്ചർ ചെയ്താൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ റിവാർഡ്. റോക്സ്വുഡ് നമ്പർ എത്ര? നമ്മൾ ഇൻഫർമേഷൻ ചെക്ക് ചെയ്തിട്ട് ഞങ്ങൾ കോൾ ചെയ്യാം. നിങ്ങൾ പ്രിപ്പയർ, നിങ്ങൾ ഈ ട്രക്കും ഈ അസറ്റും ഒക്കെ പോയി സേഫ് ആക്കുക. അപ്പോഴത്തെ നമ്മൾ ഇൻഫർമേഷൻ പാസ് ചെയ്യാം.
എണ്ണം പറഞ്ഞു കൊടുത്തില്ലേ ഇതിൽ എന്തൊക്കെ ഇതിനകത്ത് 75 കണ്ണ്, അതിനകത്ത് 5 കണ്ണ് ചന്ദ്രന്റെ നമുക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്തതിന്റെ റിവാർഡാണ്. ഓക്കെ. ബാക്കി 7000 പോർഷൻസും ഉണ്ട് ഇതിനകത്ത്. പോർഷൻ ബേസ്. പിന്നെ നമ്മള് ഇവരെ റെസ്ക്യൂ ചെയ്യാൻ പോയ സമയത്ത് എക്സ്പ്ലോസീവ്സിന്റെ കാര്യം പറഞ്ഞായിരുന്നു അവര്. അത് നമുക്കറിയത്തില്ല എന്താന്ന്. അവര് നമ്മുടെ അടുത്ത് റേഡിയോ കയറി പോലെന്നാ പറഞ്ഞത്. നമുക്ക് ഒരു ഭീഷണി പോലായിരുന്നു, നമ്മുടെ ആളുടെ ലൈഫിനെ ത്രെട്ട് ആവുന്നുള്ള രീതിയിൽ. അല്ല, ഈ ഹോസ്റ്റേജ് ആയിട്ടിരുന്ന ഈ പുള്ളിക്ക് എന്തെങ്കിലും അറിയാവോ? പറഞ്ഞില്ല. അവര് മീൻസ് എന്തെങ്കിലും എക്സ്പ്ലോസീവിന്റെ കാര്യമൊക്കെ പറഞ്ഞോ? എക്സ്പ്ലോസീവ്സ് എന്താണ് നിങ്ങൾക്ക് റേഡിയോ കോൾ എന്താണെന്ന് അറിയാം? നമ്മളത് വെച്ച് ഇൻവെസ്റ്റിഗേഷൻ പുഷ് ചെയ്യാം. സിറ്റിയിലേക്കുള്ള എക്സ്പ്ലോസീവ്, സിറ്റിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സ്പ്ലോസീവ്സ് എന്നാണ് പറഞ്ഞത്, വേറൊന്നും പറഞ്ഞില്ല. എനിക്ക് എന്താന്ന് കറക്റ്റ് ആയിട്ട് ഞാൻ കേട്ടില്ല. വെഹിക്കിൾസ് ഏതായിരുന്നു നല്ല ഓർമ്മയുണ്ട്? ഇതുപോലെ ഈ കോമൺ വണ്ടി, ഇവിടുത്തെ കോമൺ വണ്ടിയല്ലേ, അതുപോലത്തെ ഒരു വണ്ടിക്കകത്താണ്. 2 വണ്ടി ഞങ്ങളാണ് കൊണ്ടു കൊടുത്തത്. നമുക്ക് അറിയില്ലായിരുന്നല്ലോ എന്തായിരുന്നു അതിനകത്തൊന്നും. അല്ല, അത് കുഴപ്പമില്ല, അത് ഞങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തോളാം. കാരണം നിങ്ങൾ ഞങ്ങളുടെ ഒരു എംപ്ലോയിയുടെ ലൈഫിന് വേണ്ടിയാണ് നിങ്ങൾ ഇത്ര റിസ്ക് എടുത്തത്. അപ്പൊ അതെന്തെങ്കിലും നമ്മൾ നോക്കണം, നിങ്ങൾ പേടിക്കണ്ട. അതിന് ഞങ്ങളുടെ ഡ്യൂട്ടിയാ. നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത് ഞങ്ങളുടെ ഡ്യൂട്ടിയായി. ഞങ്ങളുടെ ആളെ പ്രൊട്ടക്ട് ചെയ്തതിന്റെ റിവാർഡാണ് ഞങ്ങൾ ഇപ്പൊ പറഞ്ഞ ഇൻഫർമേഷൻ. നിങ്ങൾ പെട്ടെന്ന് വെഹിക്കിൾ പോയി നിങ്ങൾ സേഫ് ആക്കിയോ നിങ്ങളുടെ വെഹിക്കിൾസ്. ഇത് നമ്മൾ പീഡി എടുത്ത് ചോദിക്കാൻ പോകുമ്പോ ഈ സെയിം കൗണ്ട് അല്ലേ നമ്മുടെ ഗ്യാങ്ങിന് 15? അതെ, അതെല്ലാം സെയിം ആണ്. ഇപ്പൊ ഈ ട്രക്കില് നിങ്ങളെ കൊണ്ടുപോയി അസറ്റ് എടുത്തിട്ട് ഈ ട്രക്ക് വെള്ളത്തിലോ എല്ലാം കളഞ്ഞിരുന്നാ മതി. ഓക്കെ, അപ്പൊ മൂവ് ചെയ്താ പെട്ടെന്ന്. ഈ ട്രക്ക് ഇപ്പൊ കൊണ്ടുപോകണോ? ട്രക്ക് കൊണ്ടുപോകും. നിങ്ങൾ കൊണ്ടുപോകും. അസറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് അത് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് റെഡി ആവും. ടൈമില്ല. എടാ പീഡിയെ തള്ളണം. ഇല്ല, ഇപ്പഴല്ല. നിങ്ങൾ ആദ്യം ഞങ്ങളുടെ ട്രക്കിന്റെ അടുത്ത് വന്ന എല്ലാ വണ്ടിയും. ഇല്ല, കുഴപ്പമില്ല, നമുക്ക് ഗ്യാങ് ഹൗസിലോട്ട് പോവാം. ചന്ദ്ര വാ, അങ്ങോട്ട് പോവാം, ഗ്യാങ് ഹൗസിലോട്ട് പോവാം. വാ, കുഴപ്പമില്ല, വാ, നമുക്ക് സമയമുണ്ട്. അവര് ഇൻഫർമേഷൻ തന്നില്ലല്ലോ. എടാ ഞാൻ പറഞ്ഞ കോള് കേട്ടോ എല്ലാരും. എടാ അവർക്ക് ഒരു ട്രക്കും കൂടെ അല്ല, പീഡി എന്തോ ഇല്ലീഗൽ സബ്സ്റ്റൻസസ് മൂവ് ചെയ്യുന്നുണ്ട്. അത് 12 മണിക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് അവരുടെ ആൾക്കാരിൽ ഒരാളെ രക്ഷിച്ചു കൊടുത്തത് കൊണ്ട് അത് റിവാർഡായിട്ട് നമുക്ക് മാത്രമാണ് ഇൻഫർമേഷൻ പറഞ്ഞു തന്നേക്കുന്നത്. മനസ്സിലായ? അപ്പൊ അത് അവന്മാരുടെ അടുത്തൊന്നും നമുക്ക് വേണേ പോയി അടിച്ചെടുക്കാം. അത് കിട്ടി, നമുക്ക് 2 ട്രക്ക് കിട്ടി. നമ്മൾ 2 ട്രക്ക് ഗ്യാങ് ഹൗസിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം. 12 മണിക്ക് വരുമെന്നാ പറഞ്ഞേ.